ഞാൻ ഈ ഷീലാമ്മയോട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. എന്നെ ഇപ്പോഴും വിളിക്കുന്നത് എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരിയാണ്. അപ്പം ഒരു പക്ഷേ അങ്ങനെ അവരുടെ ഈ മാനറിസം എന്ന് പറഞ്ഞാൽ അത് കണ്ടിട്ടായിരിക്കാം അങ്ങനെ എനിക്ക് പറ്റിയത്. ഞാൻ വെറുതെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ടി വിയിലൊക്കെ ഇത് കാണുമ്പോൾ നമ്മളൊന്ന് വെറുതെ പറഞ്ഞു നോക്കിയതാണ്. അതങ്ങനെ ഞെറിച്ചു പോയി. ഇപ്പോൾ എവിടെ ചെന്നാലും ഇത് അവതരിപ്പിക്കുമ്പോൾ ഒരിക്കൽ ഷീലാമ്മയുടെ മുമ്പിൽ തന്നെ ഇത് അവതരിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് കാണിച്ചിട്ട് കുഴപ്പമില്ല, കാണിച്ചു. അപ്പോൾ ഒരു കമൻറ്റും കൂടെ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ശ്രീലതയാണ് എൻ്റെ ശബ്ദം നന്നായിട്ട് അനുകരിക്കുന്നതെന്ന്. അതൊരു നല്ല പ്ലസ് പോയിൻ്റായിട്ട് തോന്നി. അപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകളുടെ ഒരു ഇത് പറയാം. മനസ്സിലൊക്കെ നിങ്ങളെല്ലാവരും കണ്ട സിനിമയായിരിക്കും. അപ്പം ജയറാം വന്നിട്ട് ഒരു പള്ളിയുടെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് ചോദിക്കും, ത്രേസ്യ കൊച്ചിനെ ഈ പള്ളി അറിയാമോ? അപ്പോൾ അവർ പറയും ഇങ്ങനെ, ഇത് ഞങ്ങളുടെ പള്ളിയാ, ഈ പള്ളിയിൽ വെച്ചാ എന്നെ മാമോദീസ മുക്കിയതും എൻ്റെ ആദ്യ കുർബാന കൈക്കൊണ്ടതും, ഇതാ ഈ പടിക്കട്ടിൽ വെച്ചാ മാത്തുക്കുട്ടി ചായന ആദ്യമായി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഇതുപോലെ തന്നെ ഒരു സ്ഥലത്ത് പോയിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അതൊരു പരസ്യമാണ്. അത് ഷീലാമ്മ പറയുന്ന പോലെ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു നോക്കാം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി മനുഷ്യന്റെ ശ്വാസകോശത്തിൽ അടങ്ങിയിരിക്കുന്ന കറ ഏകദേശം ഇത്രത്തോളമായിരിക്കും. അത് നിങ്ങളെ ഒരു രോഗിയാക്കും, ഒരു വലിയ രോഗി. ഇനി ഒരാളെ കൂടി കേട്ടാണ് വെള്ളാപ്പള്ളി സാറ് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു വെള്ളാപ്പള്ളി നടേശൻ സർ. ഇതെല്ലാം ഒരു പ്രാവശ്യം ഇങ്ങനെ സുരാജിന്റെ ഒരു പ്രോഗ്രാം കണ്ടോണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, സുരാജിനെ വിളിച്ചു ചോദിച്ചു, സുരാജ് ഞാൻ പറയുന്നത് കറക്റ്റാണോ? അയ്യോ കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് പറഞ്ഞോളായിരുന്നു. അങ്ങനെ സുരാജ് അവതരിപ്പിച്ചതാണ് ഇത് ഏതോ ഒരു പ്രോഗ്രാമില്. അതായത് ഗുരുദേവൻ പറയുന്നുണ്ട്, ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഈ ജാതി എന്തോന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ഈ ചങ്ങനാശ്ശേരി പോയി സുധാരവെള്ളച്ചട്ടനുമായിട്ട് യോഗം കൂടി ഈ ജാതിയെ പറ്റി ഒരു അവലോകനം. സുരാജ് പറഞ്ഞു, ചേച്ചി കേരളിനെ പറ്റി പറഞ്ഞോളെ. അതായത് ഈ ജനങ്ങൾക്ക് ഇപ്പൊ കേരളയിലെന്ന് വെച്ചാൽ ഭയങ്കര അലർജിയാ. എനിക്ക് കേരളയിൽ ഭയങ്കര കാര്യം എന്താണെന്നറിയോ? അതിൻ്റെ ആ കുറ്റിയില്ലേ, അത് മഞ്ഞ നിറവാ. അപ്പോ